നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. യൂറോ കപ്പിലെ ഗ്രൂപ്പ് ഇയിലെ നിലനിൽപ്പിന്റെ പോരാട്ടത്തിൽ ബെൽജിയം റൊമേനിയയെ പരാജയപ്പെടുത്തുമ്പോൾ അവർക്ക് വേണ്ടി ഒരു ഗോൾ കണ്ടെത്തി KDB. ആ ഗോള് മാത്രമായിരുന്നില്ല, കളിയിൽ മികച്ച രൂപത്തിലാണ് അദ്ദേഹം പെർഫോമൻസ് നടത്തിയത്. ക്യാപ്റ്റന്റെ പ്രകടനം നടത്തി എന്ന് തന്നെ പറയണം. അദ്ദേഹത്തെയാണ് ഇപ്പോൾ മത്സരത്തിലെ പ്ലെയർ ഓഫ് ദി മാച്ച് ആയിട്ട് യുവേഫയുടെ ടെക്നിക്കൽ ഒബ്സർവർ പാനൽ കണ്ടെത്തിയിരിക്കുന്നത്. അദ്ദേഹത്തെ പ്ലെയർ ഓഫ് ദി മാച്ച് ആയിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ടെക്നിക്കൽ ഒബ്സർവർ പാനൽ പറഞ്ഞത് ഇങ്ങനെയാണ്: അദ്ദേഹമാണ് ബെൽജിയത്തിന്റെ കളിയിൽ ഡിഫറൻസ് ഉണ്ടാക്കിയത്. അവർക്ക് ഫസ്റ്റ് പോയിന്റുകൾ നേടാൻ സഹായിച്ച പ്രകടനമാണ് KDBയിൽ നിന്ന് വന്നത്. ഒരിക്കൽ കൂടി ഹി വാസ് ദി കീ പ്ലെയർ ഫോർ ഹിസ് സൈഡ് എന്നാണ് ടെക്നിക്കൽ ഒബ്സർവർ പാനലിന്റെ നിരീക്ഷണം. അദ്ദേഹത്തിന്റെ ഇന്നലത്തെ കളിയുടെ കണക്കെടുപ്പിലേക്കൊന്ന് പോയാൽ 68 ടച്ചുകൾ, ഒരു ഗോള്, 5 ഷോട്ടുകൾ അദ്ദേഹം ഉതിർത്തു, 3 ഓൺ ടാർഗറ്റിലേക്കായിരുന്നു. 3 കീ പാസുകൾ അദ്ദേഹത്തിൽ നിന്ന്, 3 ലോങ് ബോളുകൾ കൊടുത്തു, 3ഉം ആക്യുറേറ്റ് ആയിരുന്നു. 36 പാസുകൾ കൊടുത്തതിൽ 28ഉം ലക്ഷ്യത്തിലേക്ക് എത്തി. 4 ഡ്രിബിളിംഗ് അറ്റംപ്റ്റുകളിൽ 3 സക്സസ്ഫുൾ ആയി. 17 ഡ്യുവൽസിൽ 12 അദ്ദേഹം വിൻ ചെയ്തു. 4 ടാക്കിളുകൾ അദ്ദേഹം നടത്തി. തീർച്ചയായിട്ടും KDB മികച്ചൊരു പ്രകടനം തന്നെയാണ് നടത്തിയത്. അതിന്റെ ബലത്തിൽ തന്നെയാണ് ഇപ്പോൾ ബെൽജിയം ആദ്യ വിജയം സ്വന്തമാക്കിയിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എടുത്താം.